നമുക്ക് നല്ലൊരു ബിരിയാണി വെച്ചാലോ? ഏകദേശം ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കേട്ടോ. നമ്മുടെ കേരളത്തിൽ നമ്മൾ ദമ്മിട്ട് വെക്കുന്ന ബിരിയാണി അല്ല, അല്ലാതെ ഒരു ബിരിയാണി. അതുകൊണ്ട് തന്നെ വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് 2 സവാള എടുത്തിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് വരെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ വഴറ്റി എടുത്ത് കഴിയുമ്പോൾ അത് നമ്മൾ നെയ്യിലാണ് കേട്ടോ വഴറ്റേണ്ടത്. നെയ്യിലോ അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചോ ചെയ്യാം, പക്ഷേ നെയ്യാണ് കുറച്ചുകൂടെ നല്ലത്. അന്നേരത്തേക്ക് തന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു അരപ്പുണ്ടാക്കണം. ഈ അരപ്പാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളത്, കുറച്ച് കാഷ്യൂ, ഇഞ്ചി, മറ്റേ മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ ഇടാം. ഇത്ര ഇട്ടിട്ട് നമ്മൾ നല്ല വൃത്തിക്ക് അരച്ചെടുക്കുന്നു. ഒരു പേസ്റ്റ് പോലെ അരച്ചെടുത്ത ശേഷം ഈ പേസ്റ്റ് നമ്മൾ ഈ നേരത്തെ വഴണ്ടുകൊണ്ടിരുന്ന സവാളയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ ബിരിയാണി മസാല ഉണ്ട്, അതും ഗരം മസാലയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ചിക്കനും ഇട്ട് അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു വിസിൽ കേൾക്കുന്നവരെ ഹാഫ് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അത് തുറന്നിട്ടാണ് നമ്മൾ നമ്മുടെ ഈ അരപ്പും അരിയും കൂടെ ഇട്ടിട്ട് പിന്നെയും കുറേയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കണം. എന്നിട്ട് ഏകദേശം ഒരു വിസിലും കൂടെ കേൾക്കുന്ന നേരത്തേക്ക് വെച്ചേക്കുക. അരിയും വെള്ളത്തിൻ്റെ അളവൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന പോലെ തന്നെയുള്ള അരി വെള്ളത്തിൻ്റെ അളവ്, അതായത് അരിയുടെ മുകളിൽ നിൽക്കണം വെള്ളം. അപ്പോൾ അത്രയും എടുത്ത് വെച്ച ശേഷം നമ്മൾ ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും ടേസ്റ്റുള്ള, ഉപ്പൊക്കെ പാകത്തിന് ഇട്ടോണം കേട്ടോ, ഇത്രയും ടേസ്റ്റുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ആൻഡ് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ബൈ.